ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആദരണീയരായ ശ്രീനാരായണീയരെ, 170-ാം ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് കുന്നംകുളം SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിച്ച പ്രഭാഷണം രാമായണ മഹിമയും ഗുരുദർശന ഗരിമയും. പ്രഭാഷക ആചാര്യ ശ്രീമതി സുരേഖ ടീച്ചർ പൂത്തോട്ട. എല്ലാവരും ഇവിടേക്ക് വരിക. നമുക്ക് ആദ്യം ടീച്ചറെന്ന് പരിചയപ്പെടുത്താം, എന്നിട്ട് നിങ്ങളെല്ലാവരും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറും. ഇവിടെ വനിതകളാണ് ഈ വേദി കൈകാര്യം ചെയ്യുന്നത്. ആയിരുന്നു സംസാരിക്കാം, അതിന് സൗകര്യം തരാം. സുലേഖ ടീച്ചർ എനിക്ക് തുളസീധരൻ സാറ് പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ഓൺലൈൻ പഠന ക്ലാസ്സിൽ ടീച്ചർ ജോയിൻ ചെയ്യുന്നത്. അന്ന് ഗുരുദേവൻ്റെ ശ്രീ കുമാരനാശാൻ്റെ ഗുരുപാദ ദശകം എന്ന ഒരു കൃതിയുടെ ആദ്യത്തെ ഒരു സ്റ്റാൻസയാണ് ടീച്ചർ അന്ന് നമ്മളോട് അർത്ഥവിചാരം ചെയ്തത്. പക്ഷേ തുടർന്ന് ഉള്ള ആഴ്ചകളിൽ ടീച്ചറിന് ഒരു ദിവസം 3 പരിപാടികൾ, മിക്കവാറും ഞായറാഴ്ചകളൊക്കെ 3-4 പ്രോഗ്രാമുകൾ നിരന്തരമായിട്ട് ഉണ്ടാകും. കൂടാതെ അവരുടെ ശാഖയിലെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ശനിയാഴ്ച നടത്തുന്ന ക്ലാസ്സുകൾ, അങ്ങനെ ഒത്തിരി തിരക്കുള്ള ഒരു വീട്ടമ്മയാണ്. നമ്മളെപ്പോലുള്ള പ്രാരാബ്ദങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഇതേപോലെ ഒരു മനുഷ്യനെ നോക്കി സംരക്ഷിക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെ കൂടെ നടന്നു പോകുന്നതുകൊണ്ട് ടീച്ചർ കുറച്ച് തിരക്കിലായിരുന്നു. 2 ഗുരുപാദശകം ഒരു വഴിയിൽ നിൽക്കുകയാണ് നമ്മൾ. അതെപ്പോഴെങ്കിലും നമുക്ക് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക്. ടീച്ചർ സംസ്കൃത അധ്യാപികയാണ്. അത് ടീച്ചർ പഠിച്ചത് കാലടി ശങ്കരാചാര്യ കോളേജിലാണ്. ശ്രീ ശങ്കരാചാര്യ കൃതികളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും അത് ഭഗവത്ഗീതയെക്കുറിച്ചും അങ്ങനെ നമ്മുടെ സംഹിതയിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചിട്ടും ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് കേരളത്തിലെ ഒരു 5 വ്യക്തികളെ നമ്മൾ ഇന്ന് എടുത്താൽ അതിലൊരാൾ ടീച്ചറായിരിക്കുമെന്ന് പറയാൻ നമുക്ക് നിസ്സംശയം പറയാം. കാരണം നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ, അറിവ് കേൾക്കുന്ന ആൾക്ക് ആ ആളുടെ അറിവിനെക്കുറിച്ച് നമുക്കൊരു ബോധതലത്തിൽ നമ്മുടെ ഒരു അറിവുണ്ടാവും. അങ്ങനെ 169 ക്ലാസ് ചെയ്തതിൽ 2-3 വ്യക്തികളിൽ ആണ് ഞാനത് കുറച്ചുകൂടെ എനിക്ക് എൻ്റെ അറിവിലേക്ക് റെക്കഗ്നേഷൻ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രഥമ ഗണനീയയാണ് എൻ്റെ സഹോദരി. അതാണ് ഈ ക്ലാസ്സിലേക്ക് ടീച്ചറെ ക്ഷണിക്കാനായിട്ടുണ്ടായ പ്രേരണ. ടീച്ചർ ക്ലാസ് നേരിട്ട് കേൾക്കണമെന്ന് ഒരു ആഗ്രഹം നമുക്ക് അന്ന് ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ക്ലാസ്സിലൊന്നും ആരും ചേരാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവില്ല. ആ ടീച്ചർ ക്ലാസ് കേട്ട ആരെങ്കിലും ഇതിലുണ്ടോ? 3 പേരുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ഉണ്ട്, ഡയറക്ടർ ബോർഡ് ഉണ്ട്, എൻ്റെ വൈഫുണ്ട്. അപ്പോൾ അത് അന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ക്ലാസ്സാണ്. 163ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അതിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ സഞ്ചാരത്തിൻ്റെ ഇടയിൽ കൂടെ പോയി ഇതുപോലെ ഇപ്പം ഇന്നൊരു ആത്മീയ പ്രഭാഷണമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ആത്മീയ പ്രഭാഷണങ്ങൾ വെക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അറിവിനെ തേടിക്കൊണ്ടാണ് നമ്മൾ ഈ ആത്മീയ പ്രഭാഷണങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് എത്ര പേരെ നമ്മൾ വനിതാ സംഘത്തിന് ഇന്ന് വലിയൊരു നഷ്ടം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ആ നഷ്ടത്തെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയാം. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഈ വേദി മുഴുവൻ വനിതാ സംഘത്തിൻ്റെയാണ്. ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്നത് ഇത്രയും വ്യക്തമായിട്ട് ടീച്ചറെ പരിചയപ്പെടുത്താനായിട്ട് അവർക്ക് ചിലപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് മാത്രം വന്നതാണ്. ആദ്യം വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പത്മജ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ടീച്ചർക്ക് ഈ സ്ഥാനം ടീച്ചറെ ഇരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ടീച്ചറെ പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ പൂത്തോട്ട ശാഖയുടെ അഡ്മിനിസ്ട്രേഷൻ അംഗമായ പ്രവാസിയായ ഷാജി സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. പറഞ്ഞ പോലെ 5-6 കോളേജുകളും അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു ശാഖയുടെ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയിൽ ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്. നമ്മുടെ ഒക്കെ ശാഖകളും യൂണിയനൊക്കെ അതപ്പം മാറ്റി കൊടുത്താൽ മതിയല്ലോ, അപ്പം മാറ്റിയാൽ മതി. സംഘത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സജിനി, ദിവ്യ, സാധന, അജിത, പിന്നെ ആരുണ്ട് അവിടെയുള്ളത്? സജിനി വരൂ. ഓക്കെ, ഇത്ര ആൾക്കാർ. ബാക്കിയുള്ളവർ മുമ്പിലെ സീറ്റിലേക്ക് മാറിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് വന്നിരുന്നു. സാധന കൂടെ വന്നോളൂ. ഓക്കെ, ഇതിൽ വേറെ ചടങ്ങുകളൊന്നുമില്ല. ഇവർ നടത്തുന്ന പ്രോഗ്രാമാണ്. നമ്മളെ ഒന്ന് എല്ലാവരും പരിചയപ്പെടുത്തുന്നു. ഇവർ വനിതാ സംഘത്തിൻ്റെ കമ്മിറ്റി വന്നതിന് ശേഷം ആദ്യം വരുന്നൊരു പ്രോഗ്രാമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉത്തരവാദിത്വം കഴിയുന്നു.
ഈ പ്രഭാഷണം കേൾക്കാനായിട്ട് നമുക്ക് ഭാഗ്യമുണ്ടായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് നന്നായിട്ട് പറഞ്ഞു തരുന്നത് മനസ്സിലാവാനായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാവട്ടെ. അഞ്ജു, ഈ വനിതാ സംഘത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളെന്ന് വിളിക്കുമ്പോൾ അഞ്ജും കൂടെ പെടുന്നതാണ്, ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും ആൾക്കാർ വേദിയിലിരിക്കുക. ഇനി അടുത്തതായിട്ട് ഒരു സ്വാഗതം മാത്രം ആണ് ഉള്ളത്. അത് അനില പറയും. അത് കഴിഞ്ഞാൽ നേരെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇത്രയാണ് ഇവിടെ ആദ്യത്തെ ചടങ്ങുകൾ. മൈക്ക് വെച്ച് തരാം, അങ്ങോട്ട് വെച്ച് തരാം, അത് ശരിയാക്കി തരാം. എന്താണ് ടീച്ചർ? ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ശ്രീനാരായണീയർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് SNDP കുന്നംകുളം യോഗം വനിതാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രാമായണ മഹിമയും ഗുരുദർശന ഗരിമയും എന്ന പ്രഭാഷണത്തിന് വേണ്ടി പ്രസിദ്ധമായ നമ്മുടെ ആചാര്യ ശ്രീമതി സുലേഖ ടീച്ചറെ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടാതെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വനിതാ സംഘത്തിലെ എല്ലാവർക്കും ഓരോരുത്തരെയും പേര് പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയം നമുക്ക് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ SNDP യോഗം കുന്നംകുളം യോഗം പ്രസിഡന്റ് സുകുമാരേട്ടൻ, സെക്രട്ടറി മോഹനേട്ടൻ, ചന്ദ്രേട്ടൻ, ബാക്കി എല്ലാ വിശിഷ്ട അതിഥികളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ക്ലാസ്സിന് വേണ്ടി പ്രഭാഷക ആചാര്യ ശ്രീമതി സുലേഖ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. നടച്ചോളൂ കേട്ടോ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. ശ്രീരാമ രാമ രാമ രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനേ. നമസ്തേ. ഈ സത്സംഗവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ SNDP യോഗം കുന്നംകുളം യൂണിയൻ സംഘടിപ്പിച്ചിരിക്കുന്ന വനിതാ സംഘത്തിൻ്റെ സത്സംഗമാണ് ഇവിടെ നടക്കുന്നത്. ഗുരുവിൻ്റെ 170ാം ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സത്സംഗത്തിന് സാരഥ്യം വഹിക്കുന്ന വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികൾക്കും ശാഖായോഗത്തിൻ്റെയും യൂണിയൻ്റെയും എല്ലാം ഭാരവാഹികൾക്കും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട
സഹോദരൻ ശ്രീ മോഹനേട്ടൻ അവർക്കും ബാക്കി എല്ലാ എന്നെ ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കർക്കിടക മാസം നമ്മൾ രാമായണ മാസ പാരായണമായിട്ട്, രാമായണ പാരായണ മാസാചരണമായിട്ട് ആചരിക്കുന്നത് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷെ രാമായണം എന്ന പുണ്യഗ്രന്ഥം ഒരു വിശിഷ്ടമായ മാസത്തിലെ മാത്രം പാരായണം ചെയ്യുവാനും അറിയുവാനുമുള്ള ഒന്നല്ല, ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കേണ്ട തത്വമാണ് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും മഴയും ഒക്കെ വരുന്ന ഈ പഞ്ഞമാസങ്ങളിലെ പുണ്യമായ ഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്ത് ആത്മീയമായും ശാരീരികമായും ഒക്കെ ഒരു ഉണർവ് നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണീയരെ ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഗുരുവിൻ്റെ 170ാമത് ജയന്തി വരുന്നു. അതായത് ചിങ്ങം 1 മുതൽ ഗുരുവിൻ്റെ മഹാസമാധി വരെ, കന്നി 5 വരെ ഗുരുദേവ പാരായണ മാസാചരണമായിട്ട് ശിവഗിരി മഠത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള SNDP ശാഖകളിൽ ഗുരുദേവ പാരായണ മാസാചരണമായി കൂടി ആചരിക്കുന്നുണ്ട് എന്നത് മറന്നു പോകരുത്. ഈ പുണ്യദിനങ്ങൾ ചിങ്ങം 1 മുതൽ ഗുരുദേവ ഭക്തരായിട്ട് ഗുരുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ട്, ഗുരുവിനെ പഠിച്ചുകൊണ്ട് ഭക്തിയോടെ നമുക്ക് ഗുരുവിൻ്റെ ജയന്തിയും മഹാസമാധിയുമൊക്കെ ആചരിക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് ഒരു ആശംസ എഴുതി തരണമെന്ന് കവിത്രയങ്ങളിൽ ഒന്നായ വള്ളത്തോളിനോട് പറഞ്ഞപ്പോൾ വള്ളത്തോൾ എഴുതി കൊടുത്തൊരു ആശംസ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി പിറന്ന മാസമാണിതിലാണേവർക്കും ഓണോത്സവം. ഒരു പുരാണത്തിലും ഭാഗവതമാണ് മഹാബലി അവതാരത്തെക്കുറിച്ച് പറയുന്നത്, മഹാബലി ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ഭാഗവതമാണ്. അതിലൊന്നും കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയെക്കുറിച്ച് ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിലും പറയുന്നില്ല. തലമുറകളായിട്ട് കേട്ടുകേൾവി നമ്മൾ അത് മഹാബലി കേരളം ഭരിച്ചിരുന്ന സ്മരണയ്ക്ക് എന്ന ആ ഒരു ഐതിഹ്യത്തിൽ വെച്ചുകൊണ്ട് കേരളീയർ ഒന്നടങ്കം ഓണം ആഘോഷിക്കുമ്പോൾ എന്തുമാകട്ടെ, ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും ആഘോഷമാണ്, ഒത്തുകൂടാനുള്ള അവസരമാണ്. എന്താണെന്നും നമ്മൾ കരുതുന്നില്ല. അതിനെ നമുക്ക് വരവേൽക്കുന്നതോടൊപ്പം തന്നെ വള്ളത്തോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പാരിൽ ധർമ്മം നഷ്ടപ്പെട്ടപ്പോൾ, സത്യം നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടത്തെ, ആ ധർമ്മത്തെ ഉയർത്തുന്നതിന് വേണ്ടി യാദവ കുലത്തിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചത്. കാലികളെ മേയ്ക്കുന്ന യാദവ കുലത്തിലാണ് കൃഷ്ണൻ അവതരിച്ചത്. എന്തിനാ അവതരിച്ചത്? ധർമ്മത്തെ പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഈഴവ കുലത്തിലേക്ക്, ഈ മലയാളക്കരയിലേക്ക്, ചെമ്പഴന്തിയിലെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് സ്വാമി പിറന്ന മാസമായതുകൊണ്ടാണ് കേരളീയര് ഓണം ആഘോഷിക്കേണ്ടത്. ഇല്ലാത്ത മഹാബലി നാടുവാണ് ചരിത്രത്തെക്കാൾ അപ്പുറം ഒരു പുണ്യപുരുഷൻ, ഒരു പരമ്പൊരുള് ഈ മലയാള നാട്ടിലേക്ക് ജന്മമെടുത്തുകൊണ്ട് ഈ മലയാളക്കരയെ ആകമേ ശുദ്ധീകരിച്ചുകൊണ്ട് നടന്നു നീങ്ങി നമ്മുടെ കുന്നംകുളത്തും നമ്മുടെ തൃശ്ശൂരും നമ്മുടെ പെരിങ്ങോട്ടുകരയിലൊക്കെ ആ പരമ്പൊരുള് ഈ പാദമൂന്നി സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരമ്പൊരുള് ജനിച്ച മാസമായതുകൊണ്ടാണ് കേരളീയർ ഓണം ആഘോഷിക്കേണ്ടത് എന്ന് വള്ളത്തോൾ പറഞ്ഞു വെച്ചതിൻ്റെ സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുന്നു. നമ്മൾക്ക് യുക്തമായത് സ്വീകരിക്കാം. ഇവിടെ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 4 യുഗങ്ങളുണ്ട്. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. അതില് ആദ്യത്തെ യുഗമായ സത്യയുഗത്തിലാണ് വേദകാലഘട്ടം. അന്ന് ജനങ്ങളുടെ മനസ്സുകളിലെ സത്യം വളരെയധികം പ്രസ്ഫുരിച്ചിരുന്ന, തെളിഞ്ഞിരുന്ന കാലമായിരുന്നു.
പിന്നീടുള്ള യുഗങ്ങളിലേക്ക് വന്നപ്പോൾ സത്യത്തിന് ഏറ്റപ്പോൾ ഈ വേദത്തെ തന്നെ കഥകൾ കൂട്ടിച്ചേർത്ത് ത്രേതായുഗമായപ്പോൾ ഇതിഹാസമുണ്ടായി. വേദതത്വത്തെ രാമന്റെയും സീതയുടെയും രാവണന്റെയും കഥകൾ ചേർത്തു. അതുപോലെ തന്നെ മഹാഭാരതം, കൗരവ പാണ്ഡവ കഥകളൊക്കെ ചേർത്ത് ഇതിഹാസമായി. നമുക്ക് 2 ഇതിഹാസമാണ് ഉള്ളത്, രാമായണവും മഹാഭാരതവും. രാമായണം രചിച്ചത് വാത്മീകി മഹർഷിയാണ്, മഹാഭാരതം രചിച്ചത് വേദവ്യാസനാണ്. നമ്മൾ ഇന്ന് രാമായണമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മളുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും നമ്മളോട് ചോദിച്ചാലും ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ആധ്യാത്മികമായ ഒരു ഗ്രന്ഥം എന്തെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരവാണ്. ഒരു ബൈബിളോ അല്ലെങ്കിൽ ഒരു ഖുറാനോ അവർക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. ബേസ് ആയിട്ടുള്ളത് വേദമാണ്. ആ വേദതത്വത്തെ സാധാരണ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് തെളിമയാർന്ന് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കഥകൾ കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചതാണ് ഇതിഹാസങ്ങൾ. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ദ്വാപര യുഗത്തിലേക്ക് എത്തിയപ്പോൾ ആ സത്യം വീണ്ടും മറയ്ക്കപ്പെട്ട് പോയപ്പോൾ പുരാണങ്ങൾ വന്നു. 18 പുരാണങ്ങളിലൂടെ ആ സത്യത്തെ പറഞ്ഞു തന്നു. വീണ്ടും കലിയുഗത്തിലേക്ക് എത്തിയപ്പോൾ അതും മങ്ങലേൽപ്പിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് കലിയുഗത്തിലാണ്. നമ്മുടെയൊക്കെ യാത്ര എവിടെയാണെന്ന് നമ്മൾ ഈ പ്രഭാഷണം കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തു വേണം ഇവിടെ നിന്ന് പോകാൻ. ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്കും മൂർത്തി കൽപ്പനകൾക്കുമാണ് പ്രധാനം. അതുകൊണ്ട് ഇവിടെ മോഹനേട്ടൻ പറഞ്ഞില്ലേ, ഇവിടെ പുണ്യമാസങ്ങളായതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിലായിരിക്കും. വിഗ്രഹത്തിന്റെ പുറകെ വിഗ്രഹത്തിലും ക്ഷേത്രത്തിലും ഒക്കെയാണ് നമ്മൾ മനസ്സ് വെച്ചിരിക്കുന്നത്. അതൊക്കെ എന്താണ് എന്നൊക്കെ നമുക്കൊന്നും ഇവിടെ വിചാരം ചെയ്തു പോകണം. രാമായണത്തിലൂടെയും ഗുരുദർശന മഹിമയിലൂടെയൊക്കെ നമുക്ക് അതൊക്കെ ഇന്ന് വിചാരം ചെയ്യണം. ഭക്തി എന്താണെന്ന് ഒരു ഇത്തിരിയെങ്കിലും ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് വേണം പോകാൻ. അതിന് മഹാഗുരു അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോ ഈ 4 യുഗങ്ങളിൽ ഉണ്ടായ വേദതത്വത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിഹാസം ഉണ്ടായതെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഈ തത്വത്തെ തലമുറകളായി മനുഷ്യരിലേക്ക് പകർന്നു തരുന്നതിന് നമുക്കൊരു ഗുരു പരമ്പരയും ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം ഈ സൃഷ്ടികർത്താവായ ജഗദീശ്വരൻ ഈ പരമസത്യത്തെ ബ്രഹ്മാവിന് പകർന്നു കൊടുത്തപ്പോൾ, ബ്രഹ്മാവിനും തന്റെ ശക്തിയായ ദേവിക്കും പകർന്നു കൊടുത്തപ്പോൾ, ബ്രഹ്മത്തിന്റെ ശക്തിയാണല്ലോ ദേവി, ഈ പ്രപഞ്ച രഹസ്യത്തെ സംബന്ധിച്ചും ആ തത്വത്തെ അതായത് ബ്രഹ്മാവിന് പകർന്നു കൊടുത്തപ്പോൾ ബ്രഹ്മാവ് അത് തന്റെ പുത്രനായ വസിഷ്ഠന് പകർന്നു കൊടുത്തു. വസിഷ്ഠൻ തന്റെ പുത്രനായ ശക്തിക്ക് പകർന്നു കൊടുത്തു. ശക്തി അത് പരാശരന് കൊടുത്തു. പരാശരൻ അത് വേദവ്യാസന് കൊടുത്തു. വേദവ്യാസൻ അത് ശുഗന് കൊടുത്തു. ശുഗൻ അത് പരീക്ഷത്തിന് കൊടുത്തു. ഇതൊക്കെ ഇവരൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിലും ഈ സത്യം മനുഷ്യ മനസ്സുകളിലേക്ക് ഉറപ്പിച്ചു പോയി. അങ്ങനെ കടന്നുപോയി ഗൗഡപാദാചാര്യരെത്തി. അവിടെ നിന്ന് ഗോവിന്ദാചാര്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ശങ്കരാചാര്യരിലേക്ക് കടന്നു വന്നു. വീണ്ടും സുരേശ്വരാചാര്യര്, ഹസ്താമലകൻ അവരിലൂടെയൊക്കെ കടന്ന് ഈ കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഋഷി പരമ്പരയിലെ ഇങ്ങേ അറ്റത്തെ പൊൻകണ്ണിയായി പ്രകാശിച്ചു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവ സ്വാമി തൃപ്പാദങ്ങളിൽ എത്തി നിൽക്കുന്ന ആ ഗുരു പരമ്പരയെ ഒന്നടങ്കം പ്രണമിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഗുരു രാമായണത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ? നമുക്ക് നോക്കാം. ഗുരുവിന്റെ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 10, 12, 13 വയസ്സുള്ളപ്പോഴൊക്കെ ഗുരു മുത്തശ്ശിക്ക് രാമായണം പാരായണം ചെയ്തു കൊടുക്കുമായിരുന്നു. നല്ല ഭക്തനായ കുട്ടിയായിരുന്നു, നാണുഭക്തൻ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു രാമായണം മുഴുവൻ ഗുരു പാരായണം ചെയ്യുമായിരുന്നു. അപ്പൊ ഗുരു പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. അതുപോലെ തന്നെ ജ്ഞാനവാസിഷ്ടം അല്ലെങ്കിൽ യോഗവാസിഷ്ടം, അത് ശ്രീരാമചന്ദ്രന് വസിഷ്ഠ മുനി കൊടുത്ത ജ്ഞാനോപദേശം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് യോഗവാസിഷ്ടം അല്ലെങ്കിൽ ജ്ഞാനവാസിഷ്ടം എന്നൊക്കെ പറയും. ഇത് ഗുരുവിന്റെ മഹാസമാധിയോട് അടുത്ത ആ മഹാസമാധി ദിനത്തില് ആത്മാനന്ദ സ്വാമികള് ഈ യോഗവാസിഷ്ടം ജ്ഞാനവാസിഷ്ടം വായിച്ചിരുന്നു. അത് കേട്ടുകൊണ്ടാണ്, അതിനുശേഷം ദൈവദശകമൊക്കെ കേട്ടുകൊണ്ടാണ് ആ പരമ്പൊരുളിലേക്ക് മഹാഗുരു വിലയം പ്രാപിക്കുന്നത്. അപ്പൊ രാമായണവുമായി നല്ല ബന്ധമുണ്ട്. ഇനി എന്താണ് ഗുരുദേവ കൃതികളിൽ രാമായണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഗുരുവിന്റെ കൃതിയാണല്ലോ അനുകമ്പാദശകം. നമുക്കറിയാം ഗുരുദേവ കൃതികൾ 64ഓളം കൃതികളും
ഈ വേദത്തെ ഉരുക്കിയെടുത്ത് സത്തെടുത്ത് 64ഓളം കൃതികളായി നമുക്ക് വെച്ച് തന്നിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു, എത്ര വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾക്ക് ഇപ്പോഴും അത് ബാലികേറാ മല പോലെ അത് കൈകൊണ്ട് തൊടുന്നതിന് നമുക്ക് സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഒരു ആധ്യാത്മിക ഗ്രന്ഥങ്ങളും തേടി പോകണ്ട, ഒരു രാമായണവും തേടി പോകണ്ട, ഒരു മഹാഭാരതവും തേടി പോകണ്ട, ഒരു നാരായണീയവും തേടി പോകണ്ട, ഒരു ലളിതാ സഹസ്രനാമവും തേടി പോകണ്ട. ഗുരുദേവന്റെ 64ഓളം കൃതികളിൽ ഒരു കൃതിയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ അർത്ഥമറിഞ്ഞ് പഠിച്ചുവിടുന്ന് പോയാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എത്രയാണെന്ന് പറയാൻ വാക്കുകൾക്ക് അതീതമാണത്. അനുകമ്പാദശകം ഗുരു രചിക്കുന്നത് നമുക്കറിയാം. മലയാളക്കര എത്ര ജാതീയമായ വേർതിരിവുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗുരുവായൂരാണെങ്കിലും അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രമാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരു കാലത്ത് ചുറ്റുമതിലിന് അപ്പുറത്ത് പോലും നിന്ന് നമ്മുടെ പൂർവികർക്ക് തൊഴാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂജാദ്രവ്യങ്ങളും പണവും ഒക്കെ കൊണ്ടുവന്ന് ചുറ്റുമതിൽ വെച്ചിട്ട് ഓടി ഒളിക്കുന്നു. വിഷമം വരും, എൻ്റെ ഭഗവാനെ എന്ന് ഒളിച്ചു നിന്ന് വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഗുരു നമുക്ക് ഓരോരോ ക്ഷേത്രങ്ങൾ അരുവിപ്പുറത്ത് 1888 തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധമാരാധനയിൽ നിന്നും സാത്വികമായ ആരാധനയിലേക്ക് ഉണർത്തി. പക്ഷെ നമ്മൾ ഗുരുവിനെ മറന്നു. ഈശ്വരനെ എന്താണെന്ന് കാട്ടിത്തന്ന, നീ മനുഷ്യനാണെന്ന് പറഞ്ഞു തന്ന, മനുഷ്യനായി നിവർന്നു നിന്ന് സംസാരിക്കണമെന്നും എല്ലാവരും ഒരേ ഒരു പരമ്പൊരുളിന്റെ ചൈതന്യമാണെന്ന് പറഞ്ഞു തന്ന ഗുരുവിനെ നമ്മൾ മറന്നുപോയി. ഗുരുവിന്റെ ആ കാരുണ്യപൂർണമായ ത്യാഗം കൊണ്ട് നേടിയ ജീവിത സൗഭാഗ്യങ്ങളിൽ കഴിയുമ്പോഴും ഗുരുവിനെ അറിയുവാൻ നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അനുകമ്പാ ദശകം രചിക്കുന്നത് പട്ടിക്കും പാമ്പിനും സഞ്ചരിക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടം മനസ്സിലിരുത്തിക്കൊണ്ട് അനുകമ്പാ സ്വരൂപനായ ഗുരു 1916 കാലഘട്ടങ്ങളിൽ എല്ലാ മതസ്ഥാപകരെയും, എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാരെയും, എല്ലാ പുണ്യപുരുഷന്മാരെയും ഇന്ന് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ശിവഭക്തന്മാരായ യോഗികളെ വരെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും പറയണതിൻ്റെ പൊരുൾ ഒന്നാണെന്ന് പറഞ്ഞു തന്ന, അദ്വൈതം പറഞ്ഞു തന്ന പരമസദ്ഗുരു. ഒന്നിനെയും ഗുരു മാറ്റിവെച്ചില്ല, എല്ലാത്തിനെയും സ്വീകരിക്കണം. അവിടെ ഗുരു പറഞ്ഞു തന്നു, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അവിടെ പറഞ്ഞു തരികയാണ്, നരദിവ്യാകൃതി പൂണ്ട ധർമ്മം ശ്രീരാമചന്ദ്രനാണ്. അതായത് ഒരു മനുഷ്യൻ, അതായത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത്, ധർമ്മം ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീരാമചന്ദ്രനാണ്. ഭൂമിയിൽ എല്ലാം തികഞ്ഞ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വാത്മീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി നാരദൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മര്യാദാ പുരുഷോത്തമനായ സർവഗുണസമ്പന്നനായ ശ്രീരാമനാണെന്ന്. ആ ശ്രീരാമനെ ഗുരു പറയുകയാണ് പുരുഷാകൃതി പൂണ്ട ധർമ്മം എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ യേശുദേവനെയും നബിയെയും അതുപോലെ തന്നെ വ്യാസനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശങ്കരാചാര്യ ഗുരുവിനെയും ഒക്കെ പറഞ്ഞു തന്നിട്ട് അവസാനം ഗുരു സമർപ്പിച്ചുകൊണ്ട് പറയാം, അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താലഖിലാഗമത്തിനും. ഗുരു പറയാ, മാമറകൾ ഓതിത്തന്നത്, മറ എന്ന് പറഞ്ഞ വേദത്തിന്റെ പര്യായപദ, മറഞ്ഞിരിക്കുന്ന പരമമായ അർത്ഥമുള്ളത് എന്ന അർത്ഥത്തില് മാമറ എന്ന് പറയും വേദത്തിന്. വേദം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥം എടുക്കണം എല്ലാ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതും, മാമറകൾ ഓതിത്തരുന്ന സത്യവും. ഗുരുക്കന്മാർ അജ്ഞാനത്തെ ഇല്ലാതെയാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം വീശുന്ന എല്ലാ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളുടെ സത്തയും
അതുപോലെ തന്നെ മൗനസ്വരൂപികളായ പരമാത്മസത്തയിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന മുനികൾ ഉപദേശിച്ചു തരുന്ന സത്യവും സകല ആഗമശാസ്ത്രങ്ങള് വേദാഗമശാസ്ത്രങ്ങളുടെ എല്ലാം പൊരുൾ ഒന്നാണ്. അപ്പോ രാമായണത്തിന്റെ പൊരുളും ഗുരുദർശനത്തിന്റെ പൊരുളും ഒരേ ഒരു പരമസത്യത്തെ പറഞ്ഞു തരുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാ ആഗമങ്ങളുടെയും പൊരുൾ എന്നാണ് എന്ന ഗുരുവിന്റെ വാക്കുകളെ പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇനി എന്തിനാ ഇവിടെ രാമായണം പാരായണം ചെയ്യുന്നത്? ഗുരുദർശനത്തെ പറഞ്ഞാൽ പോരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എവിടെയുണ്ട്? എല്ലാ ഗുരുക്കന്മാരും കാലാകാലങ്ങളിലായി വന്നിട്ടുള്ളത് ഈ സത്യം പറഞ്ഞു തരാനാ. അവരെല്ലാം പരമാത്മ സ്വരൂപം ശരീരം കൊണ്ട് വന്നവരാ. അവർക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. മനുഷ്യന്റെ അജ്ഞാനത്തിന്റെ തലയിൽ വെച്ച് തലത്തിൽ നിന്നുകൊണ്ട് ശങ്കരാചാര്യര് ബ്രാഹ്മണ ഗുരുവായി, ശ്രീനാരായണ ഗുരുദേവസ്വാമി തൃപ്പാദങ്ങൾ ഈഴവ ഗുരുവായി, ചട്ടമ്പി സ്വാമികൾ പിന്നെ നായർ ഗുരുവായി, ഇതൊക്കെ ആക്കി മാറ്റുന്നത് നമ്മളുടെ അജ്ഞാനത്തിന്റെ തലമാണ്. ഏത് വഴിയിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാം, പക്ഷെ സത്യമറിഞ്ഞ് ജീവിക്കണം. അതാണ് ഗുരു പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നിങ്ങൾ ഏത് അഭിപ്രായം വേണമെങ്കിലും സ്വീകരിച്ചോളൂ. മതം എന്ന വാക്കിന് അഭിപ്രായം എന്ന അർത്ഥമാണെങ്കിൽ ഏതും സ്വീകരിച്ചോളൂ, പക്ഷെ മനുഷ്യൻ നന്നാവണം. ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കണമെന്ന് ഗുരു എവിടെയും ശഠിച്ചിട്ടില്ല. പറഞ്ഞു തരാനുള്ളത് ഭഗവാൻ സത്യസന്ധമായി ഈ ലോകത്തോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു, ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. രാമനാമത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് വാത്മീകി മഹർഷി രചിച്ച രാമായണം ലോകസാഹിത്യം മുഴുവൻ പരതിയാലും അതിന് മീതെ വെക്കാവുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥം അല്ലെങ്കിൽ മഹാകാവ്യം കിട്ടാനില്ല നമുക്ക്. ഇതിന് ധാരാളം കുടുംബങ്ങളുടെ കഥയുണ്ട്, ധാരാളം സൂചനകൾ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് രാമായണത്തിലെ നിരവധി കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ രാമനും ലക്ഷ്മണനും ദശരഥനും ഒക്കെ അടങ്ങുന്ന രാജകുടുംബമുണ്ട്, കുലമുണ്ട് അല്ലെ. രാമായണ പാരായണം ചെയ്യുന്നവരുണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ട് അല്ലേ? കുറച്ചു പേരുണ്ട്. ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യുന്നവരുണ്ടോ? അതും കുറച്ചേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ശരിക്കും വളരെ പലയിടത്തും വരുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും. എന്തായാലും നമ്മളുടെ ഈ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ നമ്മൾക്കിതൊന്നും അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇനിയും വരണം കേട്ടോ, ഇതിലേക്കൊക്കെ വരണം. ഇവിടെ ഒന്നും നമുക്കൊന്നും നേടാനില്ല എന്ന് നമ്മളുടെ സഞ്ചാര വഴിയിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോ രാജകുലത്തിന്റെ കഥയുണ്ട്, പിന്നെ രാക്ഷസകുലത്തിന്റെ കഥയുണ്ട് അല്ലെ. രാവണനും വിഭീഷണനും കുംഭകർണനും ഒക്കെ അടങ്ങുന്ന രാക്ഷസകുലമുണ്ട്, രാജകുലമുണ്ട്, പിന്നെയോ പക്ഷികുലമുണ്ട്, ജഡായുവും അതുപോലെ തന്നെ സമ്പാദിയും ഒക്കെ അടങ്ങുന്ന പക്ഷികുലമുണ്ട്. വാനരകുലമുണ്ട്. ആരൊക്കെയാ അതിൽ വരുന്നത്? സുഗ്രീവൻ, ബാലി, ഹനുമാനൊക്കെ വരുന്ന വാനരകുലമുണ്ട്. മുനികുലമുണ്ട്. വസിഷ്ഠനും വിശ്വാമിത്രനും അല്ലെ ഗൗതമ മുനിയും ഒക്കെ അടങ്ങുന്ന മുനികുലമുണ്ട്. ഇങ്ങനെ നിരവധി കുടുംബങ്ങളുടെ കഥയാണ് ഇത്. ഓരോ കുടുംബത്തിൽ നിന്നും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ഓരോരോ സൂചനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്ത് യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യന്തി എന്ന് പറയുന്നു. ഈ ലോകത്ത് പർവ്വതങ്ങളും നദികളും നിലനിൽക്കുന്നിടത്തോളം കാലം വരെ, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം വരെ രാമായണ കഥയും പ്രചരിക്കും. കാരണം അതിലുള്ളത് സനാതനമായ സത്യമാണ്. അത് നമുക്ക് ഗുരുദർശനത്തോട് ചേർത്താണ് ഇന്നിവിടെ വിചാരം ചെയ്യേണ്ടത്. അപ്പോൾ രാമൻ നല്ലൊരു രാജാവാണ് അല്ലെ. എല്ലാ തലത്തിലും രാമൻ ശ്രേഷ്ഠനാകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഒരാളെ പഠിക്കാനുണ്ട്. അത് ആരാന്നറിയോ? രാമായണം രചിച്ചതാരാ? വാത്മീകി മുനി ആദ്യം ആരായിരുന്നു? കാട്ടാളനായിരുന്നു, ഒരു കിരാതനായിരുന്നു. ഓർക്കണം, ഭാരതത്തിന്റെ അധ്യാത്മ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് അധമജാതി എന്ന് സമൂഹം മുദ്രകുത്തി മാറ്റപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കണം. വ്യാസമുനി പരാശരനെ
മത്സ്യഗന്ധി എന്ന ധീവര മുക്കുവ സ്ത്രീയിൽ ജനിച്ചതാണ് വേദവ്യാസൻ. ഭാരതത്തിന്റെ അധ്യാത്മ ഗ്രന്ഥങ്ങളിൽ മുഴുവനും തന്നെ വ്യാസന്റെയാ. അതായത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയും. വേദങ്ങളെ 4 പകുത്തു, ബ്രഹ്മസൂത്രം തന്നു, 18 പുരാണങ്ങൾ എഴുതി. അതുകൂടാതെ തന്നെ അതിലും തൃപ്തിപ്പെടാതെ ഭാഗവതം എഴുതി. ഇതൊക്കെ ചമച്ചത് ആരാ? ഒരു അധമജാതിയിൽ നിന്ന് വന്നവര് തന്നെയാ. രാമായണം ചമച്ചതും കാട്ടാളനാണ്, കിരാതനാണ്, കാട്ടുജാതിക്കാരനാണ്, കാട്ടുവാസിയ. കൊന്നും പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നും പിടിച്ചു പറിച്ചുമൊക്കെ ജീവിച്ചിരുന്ന വാത്മീകി മുനി ഒരു ദിവസം വനത്തിലൂടെ സപ്തർഷികൾ വരുമ്പോൾ അവരെ പിടിച്ചു പറിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരൊറ്റ ചോദ്യമാണ് ആ കാട്ടാളനെ മാമുനിയാക്കി മാറിയത്. മലവേടൻ മാമുനിയായി മാറിയത് ഒരൊറ്റ ചോദ്യത്തിലാണ്. ഒരൊറ്റ സ്പാർക്ക് മതി ഈ ഇരിക്കുന്ന നമ്മളുടെ മനസ്സിന്റെ ഇരുട്ടിനെ ഈ ഗുരു തുടച്ചു മാറ്റിക്കളയും. അതിനാദ്യം വേണ്ടത് മോനോട്ടിനൊക്കെ ചോദിച്ചാൽ അറിയാം. ഇത്തിരി നേരം നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം ആ ഗുരുഭക്തി ഇങ്ങനെ ഏത് ജീവിതത്തിൽ എത്ര നാള് ജീവിക്കുന്നു അത്രയും ഈ ഗുരുവിനെ പറഞ്ഞും പ്രചരിപ്പിച്ചും ജീവിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. നമ്മളും ആ ഒരു സ്റ്റേജിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഗുരുവിനെ ആരാണെന്ന് അറിയണം. അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഭക്തി വരാത്തത്. നമ്മൾക്കൊക്കെ ഇപ്പൊ ഭക്തിക്ക് വേണ്ടിയുള്ള ഭക്തിയാ. ഒരാളെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയെ നന്നായി അറിയണ്ടേ, എന്നാലേ ആ വ്യക്തിയോട് സ്നേഹം വരുള്ളൂ. അപ്പൊ ഗുരുവിനെ നന്നായി അറിയാത്ത കൊണ്ട് നമുക്ക് ഗുരുവിനോട് സ്നേഹമില്ല. അതാണ് നമുക്ക് കാര്യം. ഇതിന് നമ്മൾ ഒരു സംഘടനയുടെ ഭാഗമായിക്കൊണ്ട് ചതയവും സമാധിയൊക്കെ ആചരിക്കുന്നു. അതൊന്നുമല്ല ഗുരു കേട്ടോ, അതൊന്നുമല്ല ഭഗവാൻ. കണ്ണുകൾ നിറഞ്ഞൊഴുകും ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ. മിക്കവാറും വെളുപ്പാങ്കാലത്തൊക്കെ ആയിരിക്കും ഗുരുവിൻ്റെ കൃതികൾ ഓഡിയോ കൊടുക്കുന്ന സമയത്ത്. പല സമയങ്ങളിലും അവർ പറയാറുണ്ട് ടീച്ചർ കരഞ്ഞുണ്ടല്ലേ തന്നേന്ന്. കാരണം ഗുരുവിനെ അറിയുമ്പോഴേ ഈ ഗുരുവിനെ നേരായ രീതിയിൽ നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ഇമോഷണലായിട്ട് പോകുന്നത്. 73 വർഷം വരെ ഭഗവാൻ സഞ്ചരിച്ചത് ഒരു നിമിഷം പോലും ഗുരുവിന് വേണ്ടി ഗുരു ചെലവഴിച്ചിട്ടില്ല. ഈ സമൂഹത്തിന് വേണ്ടിയും താഴെ കിടങ്ങിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയൊക്കെ ആയിരുന്നു. അപ്പോ ഈ മലവേടനോട് ഈ സപ്തർഷികൾ ഒരു ചോദ്യം ചോദിച്ചു. നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിന്റെ കുടുംബവും ചേർന്ന് അനുഭവിക്കുമോ? നീ കുടുംബത്തെ പോറ്റാനാണല്ലോ ദുഷ്കർമ്മ സഞ്ചയം ചെയ്യുന്നത്. നീ ചെന്ന് ചോദിച്ചിട്ട് വരൂ. വേഗം മലവേടൻ ചെന്ന് സ്വന്തം ഭാര്യയോട് ചോദിച്ചപ്പോ പറഞ്ഞു, കർമ്മഫലത്തെ ആർക്കും പകുത്തനുഭവിക്കാൻ പറ്റില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുമെന്നേ വരൂ. അവരവരുടെ സെലക്ഷനാണ് എങ്ങനെ ജീവിക്കണം. അതിന്റെ ഫലം നമ്മുടെ ജീവിതം എങ്ങനെ വരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. കുടുംബത്തിന് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി കൂടി ആയിക്കൊള്ളും. അതിനാണ് ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മം കിട്ടിയത്. ഈ ഉപദേശം കേട്ടതിലല്ല കാര്യം. കേട്ടിട്ട് മാമുനി ആ മലവേടൻ എങ്ങനെയാണത് ജീവിതത്തിലേക്ക് എടുത്തത് എന്ന് ഓർക്കുമ്പോഴാണ്. അന്നോളം ആ നിരക്ഷര കുഷിയായ ആ മലവേട സ്ത്രീ ലോകത്തിന്ന് വരെ ആരും പറയാത്ത വേദാന്തം അവിടെ പറഞ്ഞത്. ആ വേദാന്ത വാക്കുകളിൽ തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അന്നോളം മൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന അമ്പിന്റെ അറ്റത്ത് കോർത്തിരുന്ന ആ തൂലികയെടുത്ത് ആ വേദനയെ വേദാന്തമാക്കിക്കൊണ്ട് മലവേടൻ രചിച്ച കാവ്യമാണ് രാമായണം. ആലോചിച്ച് നോക്കൂ, മലവേടനിൽ നിന്ന് മഹർഷിയിലേക്കുള്ള ആ തിരിച്ചറിവ് കൊടുത്തത് മുന്നിൽ വന്ന ഗുരുക്കന്മാരാണ്. അപ്പോ നമ്മളെ ഈ പരമസത്യത്തിലേക്ക്, ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറണമെങ്കിൽ നമുക്കൊരു ഗുരു വേണം. ആ ഗുരു മുന്നിൽ വന്ന് നിന്നിട്ട് ആ ഗുരുവിനെ തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ലാതെ പോയി. ഇതൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ രാമനെ പറഞ്ഞാൽ, രാമൻ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഓരോ ശകലങ്ങളും കണക്ട് ചെയ്താണ് പോകുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക. കാരണം നമ്മളെ ജീവിതകാലം മുഴുവനും രാമായണം ചൊല്ലി 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 നാവ് കുഴഞ്ഞ് അർത്ഥമറിയാതെ ഈ ജന്മം കടന്നു പോകരുത്. ഒരു പ്രയോജനമില്ല. സത്യമറിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങൾ, നമ്മുടെ അന്തശുദ്ധിക്ക് വേണ്ടിയിട്ടാ. വെറുതെ നാവിന്റെ ശക്തി കുഴഞ്ഞു പോകുക എന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് സത്യമറിഞ്ഞത് പാരായണം ചെയ്യണമെന്ന് പറയുന്നത്.
സദ്ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ രാമൻ എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാനായി നമ്മുടെ പൂജാമുറിയിൽ ഇടം പിടിച്ചത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ജനിച്ച് ഒരു 14-ാമത്തെ വയസ്സെത്തിയപ്പോൾ, ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പൊ മോഹനേട്ടനെ പോലെയുള്ളവരൊക്കെ വിളിച്ചിരുത്തി ആധ്യാത്മിക ക്ലാസ്സുകളിലേക്ക് വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തുന്ന എന്തിനാ? ഓരോ കുഞ്ഞിന്റെ തലയിൽ വെളിച്ചം വന്നാൽ മതി, ആ സമൂഹം മൊത്തം നന്നാവും. 14-ാമത്തെ വയസ്സില് ശ്രീരാമചന്ദ്ര ഭഗവാനെ വിളിച്ചിരുത്തി വസിഷ്ഠമുനി, കുലഗുരുവായ വസിഷ്ഠ ഗുരു ജ്ഞാനോപദേശം ചെയ്തു. ഭഗവാനല്ലേ, പിന്നെ എന്തിനാ ജ്ഞാനോപദേശം ചെയ്ത്? ജ്ഞാനം കിട്ടിയപ്പോഴാണ് ഭഗവാനായത്. ജ്ഞാനം കിട്ടിയപ്പോൾ നമ്മളും ഭഗവാനാകും. അത് നമ്മൾ ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും രാമായണത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 14-ാമത്തെ വയസ്സിൽ സത്യം അറിഞ്ഞു രാമൻ. വസിഷ്ഠമുനി പറഞ്ഞു കൊടുത്തു, ഈ തന്റെ ശരീരം എന്താണെന്നും ഈ ഭൗതികമായ ജീവിതത്തിലെ സുഖഭോഗങ്ങൾ എന്താണെന്നുമൊക്കെ വളരെ വ്യക്തമായി സത്യമറിഞ്ഞ രാമൻ ചോദിച്ചു തുടങ്ങി, ഇവിടെ എന്തുണ്ട് സത്യം? സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധൻ തന്റെ പിതാവിനോട് ചോദിച്ചതുപോലെ സത്യമറിയാതെ എങ്ങും ഒരു ദുഃഖവും അറിയിക്കാതെ ഇങ്ങനെ വളർത്തിവെച്ചു ബുദ്ധനെ. കാരണം ബുദ്ധന്റെ ജാതകത്തിലുണ്ട് സന്യാസിയായി പോകുമെന്ന്. അതുകൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് തണുപ്പ് കൊട്ടാരം വസിക്കാൻ കൊടുത്തു, തണുപ്പുള്ള സമയത്ത് ചൂട് കൊട്ടാരം കൊടുത്തു. അങ്ങനെ കാല് നിലത്ത് തൊടിയിക്കാതെ ഒരു ദുഃഖവും അറിയിക്കാതെ ബുദ്ധനെ വളർത്തി. രാജാവായി കല്യാണവും കഴിച്ചൊരു കുട്ടിയായി. പിന്നെയാണ് ഇനി ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാം. കണ്ടപ്പോ അതേ ആദ്യം ഒരു രോഗി, അങ്ങനെ പിന്നെ ഒരു ശവശരീരം കാണുന്നു. അപ്പൊ ഇതെന്താണ് ചോദിക്കുമ്പോ പറയാ, നമ്മളൊക്കെ എത്ര കണ്ടാലും കേട്ടാലും നമ്മളൊന്നും പഠിക്കില്ല. അപ്പൊ പറയാണ്, ഇത് മരണം ഉണ്ടാവും കുമാര, ജനിച്ച മരണം ഉണ്ടാവും. ഇതെന്താണ്? രോഗം ഉണ്ടാവും കുമാര. ഇതൊക്കെ എനിക്കും വരുമോ? വരും. പിന്നെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അദ്ദേഹം ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പുണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, കുമാര, നിന്റെ കുലം ദരിദ്രരുടെ കുലം അല്ല, യാചകരുടെ കുലം അല്ല, രാജകുലമാണ്. അപ്പൊ പറയുന്നുണ്ട്, എന്റെ രാജകുലമാണെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? എനിക്ക് രോഗം വരില്ലെന്നോ ഞാൻ മരിക്കില്ലെന്നോ അങ്ങേക്ക് ഉറപ്പു തരാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തിനാ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കിൽ നീ എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉപദേശിച്ചത് ഈ സത്യം അറിഞ്ഞിട്ടാ. വേഗം ആ ശ്രീബുദ്ധ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബുദ്ധനായത് എങ്ങനെയാ? ഈ ലൗകിക കെട്ടുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വരാനല്ല പറയുന്നത്, ഇരിക്കുമ്പോഴും സത്യമറിഞ്ഞ് അവിടെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സദ്ഗ്രന്ഥങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഇനി രാമൻ എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞു. അതായത് അഭിഷേകത്തിന് സമയമായപ്പോൾ അയോധ്യ മുഴുവനും ശരിക്കും ഉത്സവ തിമിർപ്പിൽ പെരുമ്പറവൾ കൊട്ടിയോഷിച്ച് പുണ്യതീർത്ഥങ്ങളിൽ കൊണ്ടുവന്ന അഭിഷേക ജലം ഒഴിച്ച് അഭിഷേകത്തിന് അയോധ്യ നല്ല ഭംഗിയായി ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് അഭിഷേക വിഘ്നം സംഭവിക്കുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞപ്പോഴും തടസ്സമെന്ന് പറഞ്ഞപ്പോഴും പുഞ്ചിരിയോടെ കൂടെ നിന്നു. കാരണം എന്താ? ഇതിന്റെ നശ്വരതയെ അറിയാവുന്നത് കൊണ്ട്. അപ്പോ അങ്ങനെ ദുഃഖം അനുഭവിച്ചു. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാട്ടിലേക്ക് പോകണം. അവിടെയും ദുഃഖം. ജനിച്ച കാലം മുതൽ ഭഗവാനെ അങ്ങ് എന്തോരം വേദനകൾ അനുഭവിച്ചു. നമ്മൾ പോലും കരഞ്ഞു പോകും രാമൻ അനുഭവിച്ച ദുഃഖങ്ങൾ അറിയുമ്പോൾ. ഭഗവാനല്ലേ ഈ ദുഃഖങ്ങളൊക്കെ എത്ര അടച്ചു. പിന്നെ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, പിന്നെ യുദ്ധം ചെയ്യുന്നു, തിരിച്ചു വരുമ്പോ വീണ്ടും സീതയെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്ന് നീങ്ങുന്ന വഴികളിലെ കഷ്ടതകളും ദുരിതങ്ങളും ആണ് രാമൻ നടന്ന യാത്ര. ഇവിടെ നമ്മൾ അറിയേണ്ടത് രാമൻ ഇതിനെ എങ്ങനെ തരണം ചെയ്തു എന്നറിയുമ്പോഴാണ് രാമനും നാമും വ്യത്യസ്തരാകുന്നത്.